പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൾഫ് ലോക കേരള സഭ പ്രതിനിധി യോഗം ചേർന്നു. പ്രവാസികൾ ഒരുമയോടെ പ്രവർത്തിക്കേണ്ട സമയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിമാന സർവീസുകൾ, റീഫണ്ട്, അമിത വിമാനക്കൂലി തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നാളെ 27 വിമാന സർവീസുകൾ റദ്ദാക്കി. വിവരങ്ങളുമായി രജീഷ് നരിക്കുനിയുണ്ട്. നരിക്കുനി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലാണ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്ന് ഓൺലൈൻ വഴിയായിരുന്നു ഗൾഫ് മേഖലയിലെ പ്രവാസികളുടെ യോഗം ചേർന്നിരിക്കുന്നത്. ഇസ്രയേൽ ഇറാൻ പശ്ചിമേഷ്യ സംഘർഷത്തിനെ തുടർന്നാണ് ഇന്ന് യോഗം ചേർന്നിരിക്കുന്നത്. 6 മണിക്കായിരുന്നു യോഗം ചേർന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നു വന്നത് അവർ ഒരുമയോടെ പ്രവർത്തിക്കേണ്ട കാര്യമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടുന്ന ആശങ്കകൾ വിമാന സർവീസുകളെ കുറിച്ചും ഒപ്പം തന്നെ റീഫണ്ട്, അമിത വിമാനക്കൂലി വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംഘർഷത്തിൽ ആശങ്കയുണ്ടെങ്കിലും സുരക്ഷിതരാണെന്നാണ് യോഗത്തിൽ പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകിയിരിക്കുന്നത്. ലോക കേരള സഭയുടെ പ്രതിനിധികളാണ് ഇന്ന് ഗൾഫ് ലോക കേരള സഭ പ്രതിനിധികളുടെ യോഗമാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ലെങ്കിൽ കൂടിയും സുരക്ഷിതമാണെന്ന് യോഗത്തിൽ അവർ മറുപടി നൽകി. കൂടാതെ തന്നെ ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വേഗത്തിൽ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി യോഗത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരുമയോടെ പ്രവർത്തിക്കേണ്ട സമയമായത്, അതുകൊണ്ട് തന്നെ ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തിക്കണം. ഒപ്പം തന്നെ എംബസികളും അവിടുത്തെ ലോക്കൽ ഗവൺമെന്റും നൽകുന്ന കൃത്യമായ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പാലിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പല അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ കൃത്യമില്ലാത്ത വാർത്തകളും ഒക്കെ വരും. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ നൽകുന്ന വിവരങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിവിധ ആളുകൾ, അതായത് 131ഓളം പ്രതിനിധികളാണ് 143 പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ തന്നെ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ നോർക്ക റൂട്ട് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സാധാരണ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എങ്കിൽ കൂടിയും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും യോഗത്തിൽ നിർദ്ദേശമായി ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള 27 സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റദ്ദാക്കിയിട്ടുണ്ട്. പുറപ്പെടേണ്ട 13 സർവീസുകളും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 14 സർവീസുകളുമാണ് നാളെ റദ്ദാക്കിയിട്ടുള്ളത്. 27 സർവീസുകൾ നാളെ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് അബുദാബിക്കുള്ള 4:30 പുറപ്പെടേണ്ട വിമാനം പുറപ്പെടുന്നു. ഒപ്പം തന്നെ മസ്കറ്റിലേക്കുള്ള വിമാന സർവീസുകൾ തിരുവനന്തപുരത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹരി.